നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ട്രമേഴ്സ് അല്ലെങ്കിൽ വിറയൽ എന്നതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ്. എന്താണ് ട്രമേഴ്സ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അത് ഉണ്ടാകുന്നത് എന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കണ്ട് മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ ഈ ചികിത്സ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിറയൽ എപ്പോഴും ഒരു രോഗത്തിൻ്റെ ലക്ഷണം ആകണം എന്നില്ല. നമ്മളിൽ പലർക്കും ഉള്ള ചില സാഹചര്യങ്ങളിലൊക്കെ കൂടാവുന്ന വിറയലാണ് ഫിസിയോളജിക്കൽ ട്രമേഴ്സ്. ഈ ഫിസിയോളജിക്കൽ ട്രമേഴ്സ് ചികിത്സിക്കാൻ അല്ലെങ്കിൽ കുറച്ചു നിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? രാത്രിയിൽ ആവശ്യത്തിന് ഉറങ്ങുക, അനാവശ്യമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക, കാപ്പി കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, ടെൻഷൻ, ദേഷ്യം സാഹചര്യങ്ങളിലാണ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മനസാന്നിധ്യത്തോടെ ആ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വയം അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ടെൻഷന് വേണ്ടിയായിട്ടുള്ള മരുന്നുകൾ വല്ലതും വേണോ എന്നത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ചില ആളുകൾക്ക് ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വിറയൽ കൂടാം. ഉദാഹരണത്തിന് വലിവിന് വേണ്ടിയായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ സാൽബ്യൂട്ടമോൾ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, അത് ഗുളികയായിട്ടോ അല്ലെങ്കിൽ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വിറയൽ കൂടും. അപ്പോൾ അത് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ ഡോസിലേക്ക് ആക്കുക. പിന്നെ മരുന്നെടുക്കുമ്പോൾ വിറയൽ വരുന്നല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട, അതൊന്നും സ്ഥിരമായ ഒരു കാര്യമല്ല. കുറച്ച് മരുന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ വിറയൽ മാറിപ്പോകും. ചില ആളുകൾ പറയാറുണ്ട്, മദ്യം ഉപയോഗിച്ചാൽ വിറയൽ കുറയും ഡോക്ടറെ, അതുകൊണ്ടാണ് ഞാൻ മദ്യം ഉപയോഗിക്കുന്നത്. മദ്യം ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അനേകം ദോഷഫലങ്ങളുണ്ട്. ഇതെല്ലാം കുടിച്ചാൽ അപ്പം തന്നെയല്ല, കാലക്രമേണയായിരിക്കും വരുന്നത്. വിറയലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കുന്നയാൾ ഒരു അളവിൽ കൂടുതൽ അത് ശരീരത്തിനെ ബാധിച്ചാൽ അത് നിർത്തിവെക്കുമ്പോൾ കൈക്ക് വിറയൽ വരും. അതിൻ്റെ പരിഹാരം സ്ഥിരം മദ്യം ഉപയോഗിക്കുക എന്നുള്ളതല്ല. കാര്യം കാലക്രമേണ ഈ മദ്യത്തിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള വിറയൽ കാഠിന്യം കൂടി വരികയും അത് സ്ഥിരമായ ഒരു പ്രശ്നമായി മാറുകയും ചെയ്യാം. അതുണ്ടാകുന്നതിന് മുമ്പ് മദ്യം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാം. 1 മാസമോ 6 ആഴ്ചയൊക്കെ മദ്യം നിർത്തിവെച്ചാൽ തുടക്കകാലങ്ങളിൽ ഈ വിറയൽ പൂർണ്ണമായും മാറിപ്പോകും. അതൊരു പ്രശ്നം അല്ലാതെയാകും. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന വിറയലിനുള്ള കാരണമാണ് എസൻഷ്യൽ ട്രമേഴ്സ്. പാരമ്പര്യമായി വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പോസ്ചർ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വിറയലാണ് എസൻഷ്യൽ ട്രമർ. എഴുതുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോൾ ആണ് എസൻഷ്യൽ ട്രമർ ഉണ്ടാവുക. ഇതിൻ്റെ ചികിത്സയ്ക്കായി പല മരുന്നുകളുണ്ട്. പ്രൊപ്രാനലോൺ, ക്ലോണാസെപ്പ, പ്രിമിഡോൺ എന്ന ഈ മരുന്നുകളാണ് പ്രധാനമായും ഇതിന് ഉപയോഗിക്കുന്നത്. രോഗിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിരീക്ഷിച്ചതിന് ശേഷം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ തുടക്കത്തിൽ വിറയൽ വഷളാക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും എസൻഷ്യൽ ട്രമർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ എസൻഷ്യൽ ട്രമർ എന്ന് പറയുന്ന രോഗം നല്ലൊരു ശതമാനം ആൾക്കാരിൽ വഷളാവുകയില്ല. പക്ഷെ ഒരു കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ കാലക്രമേണ എസൻഷ്യൽ ട്രമറിൻ്റെ കാഠിന്യം കൂടാം. ഇത് കയ്യെ മാത്രമായിരിക്കണം എന്നില്ല, തലയും ചിലപ്പോൾ സംസാരത്തെയും ഒക്കെ ബാധിക്കുകയും ചെയ്യാം. കൈകളെയും കാലുകളെയും ബാധിക്കുന്ന, വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് വരുന്ന എന്ന് വെച്ചാൽ റെസ്റ്റ് ട്രമേഴ്സ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി പല മരുന്നുകളുണ്ട്. അതിൽ തന്നെ ട്രൈഹെക്സിഫിനിഡൈൻ, അമാൻറ്റഡിൻ എന്നൊക്കെ പറയുന്ന ചില മരുന്നുകൾ പ്രധാനമായും വിറയലിനെ മുൻനിർത്തിയുള്ളതാണ്. നേരത്തെ എസൻഷ്യൽ ട്രമറിന് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊപ്രാനലോൾ എന്ന് പറയുന്ന മരുന്നുകളും നമ്മൾ പാർക്കിൻസൺസ് രോഗികൾക്ക് വിറയലിന് വേണ്ടിയായി കൊടുക്കാറുണ്ട്. ശരീരത്തിൽ ഉണ്ടാവുന്ന ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വിറയലിലേക്ക് വഴിവെക്കാം. തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ
ഉൽപാദനം കൂടുതലുള്ള ഹൈപ്പർ തൈറോയിഡിസമാണ് നിങ്ങൾക്ക് വിറയലിൻ്റെ കാരണം എങ്കിൽ അതിനുവേണ്ടിയുള്ള ചികിത്സ തുടങ്ങിയാൽ മെത്തിമസോൾ, പ്രൊപ്പൈൽ തയോറാസിൽ എന്നൊക്കെയുള്ള ചില മരുന്നുകൾ കഴിച്ചാൽ വിറയൽ, അതിൻ്റെ കൂടെ വരുന്ന വെയിറ്റ് കുറയുക, നെഞ്ചിടിപ്പ് വേഗത്തിലാവുക, അകാരണമായി വേർക്കുക എന്നുള്ള എല്ലാ രോഗലക്ഷണങ്ങൾക്കും കൺട്രോൾ ലഭിക്കും. ടെൻഷൻ കാരണം അതല്ല എങ്കിൽ ടെൻഷൻ വരുമ്പോൾ വിറയൽ കൂടുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ല ഉറക്കം, നല്ല വ്യായാമം, ചിലപ്പോഴൊക്കെ ഒരു കൗൺസിലിംഗ് പോയാൽ, അതല്ല എങ്കിൽ ടെൻഷൻ കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ ഒരു ഫിസിഷ്യൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ ന്യൂറോളജിസ്റ്റിൻ്റെയോ നിർദ്ദേശാനുസരണം വേണ്ട അളവിൽ കഴിച്ചാൽ ടെൻഷൻ കൺട്രോൾ ആവുകയും ടെൻഷൻ കാരണം വരുന്ന വിറയൽ കൺട്രോളാക്കാൻ പറ്റുകയും ചെയ്യും. എപ്പോഴും ടെൻഷൻ ഇല്ല, ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ടെൻഷൻ വരുന്നത്. ഉദാഹരണത്തിന് മറ്റുള്ള ആളുകൾ നിരീക്ഷിക്കുമ്പോൾ, ആ സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, അതല്ല എങ്കിൽ ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ മാത്രം വിറയൽ വരുന്ന ആളുകളുണ്ട്. ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ചിലപ്പോഴൊക്കെ കൗൺസിലിങ്ങിലൂടെ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ചില ടെക്നിക്കുകളിലൂടെ, ഇനി അതല്ല എങ്കിൽ ഈ സാഹചര്യങ്ങൾക്ക് മുന്നോടിയായി മാത്രം എടുക്കുന്ന ചില മരുന്നുകളിലൂടെയും നമുക്ക് ഈ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രമേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. തലച്ചോറിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾ, ഉദാഹരണത്തിന് സ്ട്രോക്ക്, അല്ല എങ്കിൽ ഈ പക്ഷാഘാതത്തിലേക്കൊക്കെ വഴിവെക്കുന്ന ക്ലോട്ടിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന ഡീമയലിനേഷൻ, ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇങ്ങനെയുള്ള തലച്ചോറിലെ സെറിബെല്ലം, ബേസൽ ഗാംഗ്ലിയ എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ വിറയലിലേക്ക് വഴിവെക്കാം. മരുന്നുകൾ കൊടുത്ത് വിറയൽ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, ഈ വിറയൽ എന്തുകൊണ്ട് വന്നു എന്നത് മനസ്സിലാക്കുന്നതിന് തലയുടെ സ്കാൻ ഒക്കെ ചെയ്ത് ഭാവിയിൽ ആ പറഞ്ഞ രീതിയിലുള്ള രോഗങ്ങൾ വഷളാകാതിരിക്കാനുള്ള മരുന്നും തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിറയലുള്ള രോഗി ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചിന്തിച്ചിരിക്കാതെ വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ, അത് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, ശരീരത്തിലെ ലവണാംശങ്ങളുടെ അളവ് എത്ര എന്നുള്ള മറ്റ് ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ, ചിലപ്പോഴൊക്കെ തലച്ചോറിൻ്റെ സ്കാൻ, ഞരമ്പുകളുടെ ടെസ്റ്റായ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഇതൊക്കെ ചെയ്ത് എന്താണ് വിറയലിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിത രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ, മരുന്നുകളിലൂടെ, ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഒക്കെ വിറയൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള ചില ചികിത്സാ രീതികളും നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതിലൊന്നാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. തലച്ചോറിൽ വിറയലിന് കാരണമാകുന്ന തലാമസ്, സബ്തലാമിക് ന്യൂക്ലിയസ്, ഗ്ലോബസ് പാലിഡസ് എന്നൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ്റെ സഹായത്തോടെ ചില ഇലക്ട്രോഡുകൾ കൊണ്ടുവെക്കുകയും അതിനെ വേണ്ട രീതിയിൽ ഉത്തേജിപ്പിച്ച് വിറയലിനെ കൺട്രോൾ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയുന്നത്. മരുന്നുകൾ കൊണ്ട് കൺട്രോൾ കിട്ടാതെ വലയുന്ന അനേകം പാർക്കിൻസൺസ് രോഗികൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമായ, അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ നമുക്ക് സഹായം നൽകിയ ഒരു ചികിത്സാ രീതിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ചില രോഗികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളും ചികിത്സയ്ക്കായി നമുക്ക് ഉപയോഗിക്കാം. നന്ദി.